വിജയം കഴിവിനെയോ പണത്തെയോ ഭാഗ്യത്തെയോ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് മിക്ക ആളുകളും കരുതുന്നു. എന്നാൽ ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പഠിപ്പിച്ചു. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടം ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വളർച്ച വേണമെങ്കിൽ ശരിയായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. നിങ്ങൾക്ക് അർത്ഥപൂർണമായ ജീവിതം വേണമെങ്കിൽ സാമൂഹികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായി എങ്ങനെ ബന്ധപ്പെടാം, മനസ്സിലാക്കാം, വളരാം എന്നതിനെക്കുറിച്ചുള്ള ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസിൻ്റെ കാലാതീതമായ ജ്ഞാനം നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഒന്നാമതായി, മറ്റുള്ളവരെ അറിയുക എന്നതാണ് ബുദ്ധി. സ്വയം അറിയുക എന്നതാണ് യഥാർത്ഥ ജ്ഞാനം. കൺഫ്യൂഷ്യസ് പറയുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് മുമ്പ് സ്വയം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രകോപനം തോന്നുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ നിങ്ങളുടെ ഊർജം ചോർത്തുന്നത്? ബന്ധങ്ങളിലെ ഒരേ തെറ്റുകൾ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്വന്തം വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയെല്ലാം തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സ്വയം അവബോധമാണ്. രണ്ടാമതായി, സ്വയം നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കും. ബഹുമാനം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് കൺഫ്യൂഷ്യസ് വിശ്വസിച്ചു. നിങ്ങൾ അനാദരവ് സഹിക്കുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ അനാദരിക്കുന്നത് തുടരും. നിങ്ങൾ നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും അതിനെ വിലമതിക്കില്ല. ബഹുമാനം ആരും ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റം, അതിരുകൾ, ആത്മവിശ്വാസം എന്നിവയിലൂടെയാണ് ബഹുമാനം പ്രകടമാകുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കുക, ശക്തമായ ആത്മാഭിമാനത്തോടെയാണ് ശക്തമായ ബന്ധങ്ങൾ ആരംഭിക്കുന്നത്. മൂന്നാമതായി, നിങ്ങൾക്കൊരു നല്ല വ്യക്തിയെ കാണുമ്പോൾ അവരെ പോലെയാകാൻ ചിന്തിക്കുക. ഒരു മോശം വ്യക്തിയെ കാണുമ്പോൾ സ്വയം പരിശോധിക്കുക. ഇത് കൺഫ്യൂഷ്യസിൻ്റെ ഏറ്റവും ആഴമേറിയ ഉപദേശങ്ങളിൽ ഒന്നാണ്. ആരെങ്കിലും നിങ്ങളെ പ്രചോദിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് പഠിക്കുക. ആരെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തുമ്പോൾ ഉള്ളിലേക്ക് നോക്കുക. നിങ്ങൾ എന്തിനാണ് ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത്? അത് അരക്ഷിതാവസ്ഥയാണോ, അസൂയയാണോ, ഭയമാണോ, അതോ അഹങ്കാരമാണോ? ഓരോ ഇടപെടലും ഒരു കണ്ണാടിയാണെന്ന് കൺഫ്യൂഷ്യസ് നമ്മെ പഠിപ്പിക്കുന്നു. ആളുകൾ നിങ്ങൾ ആരാണെന്ന് കാണിച്ചു തരുന്നു, അവർ ആരാണെന്ന് മാത്രമല്ല. അതിനാൽ ഓർക്കുക, സ്വയം വളർച്ചയ്ക്കുള്ള ഒരു ഉപകരണമായി ബന്ധങ്ങൾ ഉപയോഗിക്കുക. അടുത്തതായി, ഒരു രാജ്യത്തിൻ്റെ ശക്തി വീടിൻ്റെ സമഗ്രതയിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. സമൂഹം കുടുംബത്തിൽ അധിഷ്ഠിതമായാണ് കെട്ടിപ്പടുക്കുന്നതെന്ന് കൺഫ്യൂഷ്യസ് വിശ്വസിച്ചു. ആരോഗ്യമുള്ള വീടുകൾ ആരോഗ്യമുള്ള മനസ്സുകളെ സൃഷ്ടിക്കുന്നു. ദയയുള്ള വാക്കുകൾ വിശ്വാസം വളർത്തുന്നു. സത്യസന്ധത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ദൈനംദിന ശീലങ്ങൾ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. സമാധാനപരമായ ഒരു വീട് സമാധാനപരമായ ജീവിതത്തിനുള്ള അടിത്തറയായി മാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുക. അവ നിങ്ങളുടെ മുഴുവൻ ലോകത്തെയും രൂപപ്പെടുത്തുന്നു. അഞ്ചാമതായി, മറ്റുള്ളവർ നിങ്ങളെ വിലമതിക്കുന്നില്ലെന്ന് വിഷമിക്കേണ്ട, നിങ്ങൾ അവരെ വിലമതിക്കുന്നില്ലെന്ന് വിഷമിക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അവർ എന്നെ എന്തുകൊണ്ട് വിലമതിക്കുന്നില്ല? അവർ എന്തുകൊണ്ട് എൻ്റെ പരിശ്രമം ശ്രദ്ധിക്കുന്നില്ല? കൺഫ്യൂഷ്യസ് ഈ മനോഭാവത്തെ മാറ്റുന്നു. അഭിനന്ദനത്തിനായി കാത്തിരിക്കുന്നതിന് പകരം അഭിനന്ദനം നൽകുക. കൃതജ്ഞത പ്രതീക്ഷിക്കുന്നതിന് പകരം നന്ദി പ്രകടിപ്പിക്കുക. ചെറിയ കാരുണ്യ പ്രവൃത്തികൾക്ക് ബന്ധങ്ങളെ പരിവർത്തനം ചെയ്യാനും
തെറ്റിദ്ധാരണകൾ സുഖപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് ഓർക്കുക, പ്രതീക്ഷിക്കുന്നതിന് പകരം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അടുത്തത്, ഉന്നതനായ മനുഷ്യൻ സംസാരത്തിൽ എളിമയുള്ളവനാണ്, പക്ഷേ പ്രവൃത്തിയിൽ അതിരുകടന്നവനാണ്. വലുതായി സംസാരിക്കുന്നവരും എന്നാൽ വളരെ കുറച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് കൺഫ്യൂഷ്യസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശക്തമായ ബന്ധങ്ങൾ വളരുന്നത് വാഗ്ദാനങ്ങളിലൂടെയല്ല, പ്രവർത്തികളിലൂടെയാണ്. ഒരു സുഹൃത്ത് നിങ്ങളോട് ശ്രദ്ധയും കരുതലും ഉണ്ടെന്ന് പറയുകയും എന്നാൽ ഒരിക്കലും പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ, ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും എന്നാൽ ഒരിക്കലും നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ആരെങ്കിലും അവർ മാറുമെന്ന് പറയുകയും അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കുകയും ചെയ്താൽ, അവരുടെ വാക്കുകൾ ശൂന്യമാണ്. ഓർക്കുക, മധുരമായ വാക്കുകളല്ല, സ്ഥിരതയുള്ള പ്രവൃത്തികളിൽ വിശ്വസിക്കുക. ഏഴാമതായി, നിങ്ങളൊരു പ്രതികാരയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് 2 ശവക്കുഴികൾ കുഴിക്കുക. ബന്ധങ്ങളിൽ കോപം മറ്റെന്തിനേക്കാളും വേഗത്തിൽ നശിപ്പിക്കുന്നു. പ്രതികാരം, അഹങ്കാരം, ശാഠ്യം എന്നിവ വർഷങ്ങളോളം കെട്ടിപ്പടുത്ത ബന്ധങ്ങളെ തകർക്കുന്നു. കൺഫ്യൂഷ്യസ് നമ്മെ പഠിപ്പിക്കുന്നു, ആരെങ്കിലും മനഃപൂർവ്വം വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയും വേദനിപ്പിക്കുന്നു. വിട്ടുകളയുക, ക്ഷമിക്കുക, ആദ്യം നിങ്ങളെ തന്നെ സ്വതന്ത്രമാക്കുക. ഓർക്കുക, പ്രതികാരത്തെക്കാൾ ശക്തമാണ് സമാധാനം. അവസാനമായി, ഒരു മല നീക്കുന്ന മനുഷ്യൻ ചെറിയ കല്ലുകൾ ചുമന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ ഉദ്ധരണി ബന്ധങ്ങൾക്ക് മനോഹരമായി ബാധകമാണ്. ഒരു ബന്ധവും ഒറ്റ രാത്രി കൊണ്ട് ശക്തമാകില്ല. വിശ്വാസം സാവധാനത്തിൽ കെട്ടിപ്പടുക്കുന്നു. രോഗശാന്തിക്ക് സമയമെടുക്കും. ക്ഷമയോടെയാണ് മനസ്സിലാക്കൽ വരുന്നത്. ചെറിയ ചെറിയ സ്ഥിരമായ ശ്രമങ്ങൾ, ദൈനംദിന ദയ, സത്യസന്ധമായ ആശയവിനിമയം, സ്ഥിരമായ പിന്തുണ എന്നിവയിലൂടെ ആജീവനാന്ത ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ചെറിയ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെയാണ് മികച്ച ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. കൺഫ്യൂഷ്യസ് നമ്മെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ആളുകളെ തിരഞ്ഞെടുക്കുക, നിങ്ങളെ തന്നെ ബഹുമാനിക്കുക, നിങ്ങളുടെ ബന്ധങ്ങളിലൂടെ വളരുക. നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനും ശക്തനും കൂടുതൽ സമാധാനപരവുമാക്കുന്ന ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക. അവസാനമായി, നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത. വിവേകത്തോടെ തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.